ചേട്ടാ, ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണ്ണപ്പാളികൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ഇതോടെ വെട്ടിലായിരിക്കുകയാണ് നമ്മുടെ ദേവസ്വം ബോർഡ്. എന്താ ഇതിന്റെ വിശദാംശങ്ങൾ? യഥാർത്ഥത്തില് ശബരിമലയിൽ നിന്ന് വളരെ സസൂക്ഷ്മമായി ഈ ഒരു ഒരു തകരാറുകൾ, അതായത് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലുള്ളൊരു ഭക്തനാണ് ശബരിമലയിലെ ശ്രീകോവിലും അതിനോടനുബന്ധിച്ച ഈ ദ്വാരപാലക വിഗ്രഹം, ചെമ്പിൽ തീർത്ത ദ്വാരപാലക വിഗ്രഹത്തിന് ചെമ്പ് പാളിയിൽ സ്വർണം പൂശിയിട്ടാണ് ഇപ്പോൾ അത് വെച്ചിട്ടുള്ളത്. അതും എന്ത് ചെയ്തിട്ടുള്ളത്, അറ്റകുറ്റപ്പണികൾക്ക് എന്ന വ്യാജേന അല്ലെങ്കിൽ എന്ന പേരിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ഇതേ സ്വർണം തന്നെയാണല്ലോ ഈ ശ്രീകോവിലും പൂശിയിരിക്കുന്നത്. ശ്രീകോവിലിന്റെ അകത്ത് സ്വർണ്ണപാളികൾക്കൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല. ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണങ്ങൾക്ക് മാത്രമാണ് പ്രശ്നം വന്നത്. അതെന്തോ ആവട്ടെ, ഹൈക്കോടതി ഇന്നലെ കർശനമായി പറഞ്ഞിരിക്കുന്നു. അതായത് ഹൈക്കോടതി ശബരിമലയ്ക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷനുണ്ട്, ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ. അങ്ങനെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി ഇല്ലാതെ കൊണ്ടുപോയിട്ടുള്ള ഈ ഒരു സ്വർണ്ണപ്പാളികൾ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കണമെന്നാണ് ദേവസ്വം ബെഞ്ച്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതോടുകൂടി ദേവസ്വം വല്ലാത്ത ഒരു പ്രശ്നത്തിലായി. ആ സമയത്താണ് അതുവരെ മിണ്ടാതിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് പറയുകയാണ്, അത് ചെന്നൈയിലുള്ള ഒരു സ്ഥാപനത്തിൽ അതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോഗ്രാഫി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ആ ഒരു സ്വർണം തകിട് അവിടുന്ന്, അല്ലെങ്കിൽ ആ സ്വർണ്ണപ്പാളി അവിടുന്ന് എടുത്തത്. എന്നിട്ട് അത് അവിടെ 7 അംഗ സംഘത്തിന്റെ സുരക്ഷയോടുകൂടിയാണ് അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അത് അവിടെ ഭദ്രമായി ഏൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അത് ഉരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഉരുക്കി ദ്രവരൂപത്തിലാണ് ഇപ്പം അതുള്ളത്. മനസ്സിലാക്കണം, ഒരു സ്വർണ്ണപ്പാളിയിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പരിഹരിക്കാൻ അത് കംപ്ലീറ്റ് ആയിട്ട് ഉരുക്കിക്കളയുന്നൊരു പ്രക്രിയ. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം സ്വർണം നമ്മൾ ആഡ് ചെയ്യാണ് അതിൽ ചെയ്യേണ്ടത്. അതായത് വേറെ കുറച്ച് സ്വർണം ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്ത് കൊടുത്ത് കുറച്ച് സ്വർണം വാങ്ങിയിട്ട് ആ സ്വർണം കൊണ്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ തട്ടലോ പൊട്ടലോ പോറലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്തിട്ട് മിനുക്കുപണികൾ നടത്തുക എന്നുള്ളതാണ്. അല്ലാതെ ആ ഒരു ദ്വാരപാല വിഗ്രഹത്തിന് കാണാവുന്ന തരത്തിൽ മുറിഞ്ഞു പോവുക അല്ലെങ്കിൽ വീണു പോവുക, അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ വന്നാൽ മാത്രമാണ് നമ്മൾ ഉരുക്കേണ്ട ആവശ്യമുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഉരുക്കിയത് എന്നതൊരു നിർണായകമായ ചോദ്യമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ അത് ഹൈക്കോടതിയുടെ അടുത്ത് ഇവരുടെ അഭ്യാസങ്ങളൊന്നും ചെലവായില്ല എന്ന് തന്നെ പറയണം. ഹൈക്കോടതി എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചില്ല എന്നുള്ളതാണ്. കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, എത്രയും പെട്ടെന്ന് ഈ കാര്യം തിരിച്ചെത്തിക്കണം. ഇതിന് വെള്ളിയാഴ്ച റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ഇതോടുകൂടി ദേവസ്വം ബോർഡ് റിവ്യൂ പെറ്റീഷനുമായിട്ട് ഇപ്പൊ ശബരിമലയിലേക്ക് പോയിട്ടുണ്ട്. ശബരിമലയിൽ പോയത് റിവ്യൂ പെറ്റീഷൻ പറഞ്ഞത് ഇത് ഉരുക്കി ദ്രവരൂപത്തിലുള്ള ഒരു കാര്യമാണ്, ഇതൊരു തരത്തിലും പഴയ രൂപത്തിലാക്കിയിട്ട് പെട്ടെന്ന് കൊണ്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കരച്ചിലാണ്. പക്ഷെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ആചാര സംരക്ഷണ സമിതിയുടെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആചാര സംരക്ഷണ സമിതി പറഞ്ഞത് ശബരിമലയിൽ നടന്നത് മോഷണമാണ് എന്നാണ് അവർ പറയുന്നത്. കാരണം ശബരിമലയിലെ ഇത്തരത്തിലൊരു ദ്വാരപാലക വിഗ്രഹത്തിന്റെ പാളി ഇളക്കിയെടുത്ത് അത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ആചാര ലംഘനവും അതുപോലെ തന്നെ അത് മോഷണത്തിന് തുല്യവുമാണ്. ഹൈക്കോടതി അവിടെ ഒരു ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ നിയമിക്കുന്നു. അദ്ദേഹത്തിന്റെ അറിവോടെ മാത്രമേ അവിടെ എന്ത് കാര്യങ്ങളും നടത്താവൂ എന്ന് ശക്തമായ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ദേവസ്വം ബെഞ്ചിനെ അറിയിക്കാതെ ഇത്ര തിടുക്കത്തിൽ തന്ത്രിയുടെ അനുമതി വാങ്ങിയിട്ട് ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിച്ചത്? ഇവർക്കൊന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ അനുമതി ഇവർ വാങ്ങാതിരുന്നത്? ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഹൈക്കോടതി പറയുന്നു, ഞങ്ങൾ അറിയാതെ ഈ കാര്യങ്ങൾ ചെയ്യരുത്. കാരണം അത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ നടന്നിരുന്നു. എനിക്ക് തോന്നുന്നു ശബരിമല അതിൽ ആദ്യ കാലഘട്ടത്തിൽ അപ്പവും അരവണയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരവണയിൽ വലിയ പ്രയാസങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട് എന്ന തോതിലുള്ള പരാതികൾ വന്ന സമയത്താണ് ഹൈക്കോടതി വളരെ കർശനമായി ശബരിമലയിലെ കാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയത്. അവിടെ സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചു, അതിനുശേഷം സ്പെഷ്യൽ കമ്മീഷണറെ നിയമിച്ചു. അങ്ങനെ സ്പെഷ്യൽ കമ്മീഷണറുടെ കൃത്യമായ ഓഡിറ്റിംഗിൽ മാത്രമാണ് അവരൊരു കാര്യം മുന്നോട്ട് പോകാവൂ എന്നിടത്തു നിന്ന് ദേവസ്വം ബോർഡും സർക്കാരും കുറെ ആളുകളും ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് തോന്നിയതെല്ലാം അവിടെ നടപ്പിലാക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് വലിയ പ്രയാസത്തിലേക്ക്, വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോയത്. നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദ്വാരപാലക വിഗ്രഹത്തിന്റെ മുകളിൽ
ഒരു ഭക്തൻ സ്വർണം പൂശുന്നു. ആ സ്വർണം പൂശിയത് എടുത്ത് പിന്നെ ഇവർക്ക് തോന്നിയ വിധത്തിൽ അതെടുത്ത് കൈകാര്യം ചെയ്യുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? എന്നിട്ട് മറുഭാഗത്ത് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു സംഗമം നടത്തുന്നു. ഇപ്പൊ ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്. അതിലേറെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്തിനാണ് എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോ ഇവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അങ്ങ് കുംഭമേള, കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുത്തുകൊണ്ട്, UP-യിൽ സർക്കാരിന്റെ ഫണ്ട് കൊടുത്തുകൊണ്ട് കുംഭമേള നടത്തുന്നുണ്ടല്ലോ, പിന്നെ ഞങ്ങൾക്ക് എന്താ ആഗോള അയ്യപ്പ സംഗമം നടത്തിയാൽ എന്നാണ് സംസ്ഥാന സർക്കാർ ചോദിച്ചത്. ആലോചിക്കണം. കുംഭമേളക്കെതിരെ നിരന്തരമായി വലിയ പ്രയാസങ്ങളും പ്രചാരണങ്ങളും അയച്ചുവിട്ട ആളുകളാണ് ഈ പറയുന്നത്. കുംഭമേള നടത്തിയത് ഉത്തർപ്രദേശിലാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് സർക്കാരിന്റെ ലേബലിൽ നിന്നുകൊണ്ട് ഒരു ക്ഷേത്രത്തിന് വേണ്ടി മാത്രം അയ്യപ്പ സംഗമം നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ മുസ്ലിം പള്ളിക്ക് വേണ്ടി ഇവര് സംഗമം നടത്തണ്ടേ? ഏതെങ്കിലും ഒരു പ്രത്യേക മുസ്ലിം ചേരമാൻ മസ്ജിദ് സംഗമം നടത്തണ്ടേ? ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മുടെ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾ എന്ന് പറയാണ്, ഞങ്ങളുടെ ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ സംഗമം സംഘടിപ്പിക്കാം സർക്കാരിന്റെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? ചെയ്യോ? ജൈന പിന്നെ മതത്തിൽപ്പെട്ട ആളുകൾ പറയുന്നു, ബുദ്ധ മതത്തിൽപ്പെട്ട ആളുകൾ വന്ന് പറയുന്നു. ഇങ്ങനെ ഇവരൊക്കെ വന്ന് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? ഇതും കൂടി നമ്മൾ ചർച്ച ചെയ്യണമല്ലോ. അങ്ങനെ അവർ പറയുമെന്നല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്ന മറുപടി വളരെ കൃത്യമാണ്. എന്നാണ്, കുംഭമേള നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ മാതൃകയാക്കിയാണ് സംസ്ഥാന സർക്കാർ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ സമയത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും ചെയ്യാം എന്ന നിലയിലേക്ക് ഇവിടത്തെ CPM-ഉം സംസ്ഥാന സർക്കാരും പോവുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഹൈക്കോടതി ചോദിച്ച ചില നിർണായകമായ ചോദ്യങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് സ്വർണം പൂശുമ്പോൾ, പ്രത്യേകിച്ച് ദ്വാരപാലക വിഗ്രഹം പോലുള്ള കാര്യങ്ങൾക്ക് സ്വർണം പൂശുമ്പോൾ ആ സ്വർണത്തിന് എത്ര, അതായത് അതിന് ചില പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ, നമ്മൾ സ്വാഭാവികമായി അതിന് ചില മിനുക്കുപണികളൊക്കെ നടത്തേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ മാറ്റ്, അതിന്റെ ക്വാളിറ്റി, എത്രത്തോളം ക്വാളിറ്റി ഉള്ള സ്വർണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇത്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് 25 വർഷത്തോളം ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അത്രയും ക്വാളിറ്റി ഉള്ള സ്വർണ്ണ ഇടപാടാണ് അവിടെ നടന്നിട്ടുള്ളത്, ശബരിമല ആയതുകൊണ്ടുകൂടെ. അത്തരത്തിൽ നടന്ന ഒരു സ്വർണം പൂച്ചലിൽ നിന്ന് ഇത്ര പെട്ടെന്ന് അവിടെ എങ്ങനെയാണ് ഈ ദ്വാരപാലക വിഗ്രഹത്തിന് ഈ ഒരു പ്രശ്നം ഉണ്ടായത്? അല്ലെങ്കിൽ എന്താണ് അവിടെ പ്രശ്നം ഉണ്ടായത്? ഈ പാളികൾക്ക് എന്ത് പ്രയാസമാണ് ഉണ്ടായത്? ഇതൊക്കെ ഒരു വലിയ ചോദ്യമാണ് നമ്മളുടെ മുമ്പിൽ. ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ ഇത് തന്ത്രിയും അതുപോലെ തന്നെ അവിടുത്തെ ദേവസ്വം ബോർഡിലെ കുറച്ച് ഉദ്യോഗസ്ഥരും കൂടി ചേർന്ന് തീരുമാനിച്ച് ഈ വിഗ്രഹം അങ്ങ് എടുത്തു മാറ്റി കൊണ്ടുപോകുമ്പോൾ ഹൈക്കോടതി ഇത് അറിഞ്ഞ എന്താ പ്രശ്നം? ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ അതൊരു ക്രിമിനൽ കുറ്റം കൂടിയാണ്. അപ്പൊ ഹൈക്കോടതി ഇത് അറിയരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഇത് മാറ്റുന്നു. 25 വർഷത്തോളം ഗ്യാരണ്ടിയുള്ള ഒരു ഈ സ്വർണത്തിന്റെ പുറത്ത് ഇപ്പോ ഇത് കൊണ്ടുപോകുന്നു. ആചാര ലംഘനം ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന് ആചാര സംരക്ഷണ സമിതി പറയുന്നു. ഒരു പടി കൂടി കടന്നിട്ട് അവർ തന്നെ പറയുന്നു ഇതൊരു മോഷണമാണ് നടന്നത്, അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കെതിരെ എല്ലാം നടപടിയെടുക്കണം എന്ന് പറയുന്നു. നമ്മൾ നോക്കൂ, ഒരുപാട് ഭക്തന്മാർ അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്ന് പറഞ്ഞു കൊടുക്കുന്ന പണം, ആ പണത്തിന്റെ മുകളിലാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. ആ ഒരു ക്ഷേത്രത്തെ ഒരു തവണ ഒരു സുപ്രീം കോടതി വിധി കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തില് യുവതീ പ്രവേശത്തിന് എതിരായിട്ട്, അതായത് അവിടുത്തെ ആചാരവും അനുഷ്ഠാനവും തുടർന്നു പോകണമെന്ന് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് മാറ്റി അവിടെ സ്ത്രീകൾ കയറണം, യുവതികൾ കയറണം എന്ന നിലയിലേക്കാക്കി അതിനെ ആർത്തവത്തോട് ബന്ധിപ്പിച്ച് പലതരത്തിലുള്ള ദുഷ്പ്രചാരണവും നടത്തി. രാത്രിക്ക് രാത്രി ഇവരുടെ വീടുകളിൽ പോയി ഈ പറയുന്ന ബിന്ദു അമ്മണി ഉൾപ്പെടെയുള്ള കനകദുർഗ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് സംരക്ഷണത്തോടു കൂടി ശബരിമലയിൽ കയറ്റി അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത്, എന്നിട്ട് അവര് വളരെ സന്തോഷത്തോട് ഞങ്ങൾ ശബരിമലയിൽ കയറിയിരിക്കുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത്, അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ കയറിയിട്ടുണ്ടാവും, അത് അതിന്റെ ആവശ്യം വന്ന സമയത്തായിരിക്കും കയറിയിട്ടുണ്ടാവുക എന്ന ധാർഷ്ട്യത്തിന്റെ മറുപടി പറഞ്ഞ് അവസാനം ജനങ്ങളുടെ കയ്യിൽ നിന്ന് നല്ല പണി കിട്ടിയപ്പോഴാണ് ഇവർക്കെന്ന് മനസ്സിലായത് ശബരിമലയെ തൊട്ട് കളിക്കാൻ പാടില്ല എന്ന് മനസ്സിലായത്. അത് മാത്രമല്ല, ഞാൻ ഇന്നലെയും ദേവിയോട് സൂചിപ്പിച്ചു, അതായത് ശബരിമലയ്ക്കകത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് കടുത്ത അയ്യപ്പ കോപം ഉണ്ട് എന്നും വളരെ ഗുരുതരമായ ചില അസുഖങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അലട്ടുന്നുവെന്നും അതിന്റെ പരിഹാരമായിട്ട് ഏതോ ജ്യോതിഷൻ എന്നല്ല, വളരെ കേരളത്തിലെ തന്നെ വല്ല പ്രമുഖരായിട്ടുള്ള 2 ജ്യോതിഷന്മാർ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നും അതിന്റെ ഭാഗമായിട്ടാണ് പല കാര്യങ്ങളും അവിടെ ഇപ്പൊ നടക്കുന്നത് എന്നൊക്കെയുള്ള
ശ്രുതികൾ, നമുക്കതിന്റെ സത്യാവസ്ഥ അറിയില്ല, അങ്ങനെയുള്ള ചില ശ്രുതികൾ കൂടെ എന്തായാലും മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശബരിമല ക്ഷേത്രത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ദേവസ്വം ബോർഡിന്റെ പല ഇടപാടുകളെക്കുറിച്ചും ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടക്കുന്നത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സംഭവത്തിലൂടെ പുറത്തു വരുന്നത്.